നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള LPST നിയമന നിലയാണ്. തിരുവനന്തപുരം ജില്ല നമുക്ക് ആദ്യം എടുക്കാം. തിരുവനന്തപുരം ജില്ല ഇതുവരെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 426 ആണ്. ടോട്ടൽ 426 അഡ്വൈസ് പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നും OC ടേണ് 285 വരെയുള്ള റാങ്കുകാർക്കും, അതേപോലെ SC ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 56ാമത്തെ റാങ്കുകാരൻ, അതായത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 56 വരെയും അഡ്വൈസ് ആയിട്ടുണ്ട്. അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്, അതായത് ലിസ്റ്റിലുള്ള എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 22ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. LC അല്ലെങ്കിൽ AI ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും 316ാമത്തെ റാങ്കുകാർക്ക് വരെ തിരുവനന്തപുരം ജില്ലയിൽ LPST ആയിട്ട് അഡ്വൈസ് ആയിട്ടുണ്ട്. OBC കാറ്റഗറിയിൽ നിന്നും 285ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ആയിട്ടുണ്ട്. വിശ്വകർമ്മയാണ് 292ാമത്തെ റാങ്കുകാരന് LPST ആയിട്ട് ട്രിവാൻഡ്രം ജില്ലയിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. SIUC നാടാർ 278ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ആയി. ഹിന്ദു നാടാർ വിഭാഗത്തിൽ നിന്നും 294ാമത്തെ റാങ്കുകാർക്ക് വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. അതേപോലെ SCC, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ട് ടു ക്രിസ്ത്യാനിറ്റി, ആ കാറ്റഗറിയിൽ നിന്നും 423ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ആയിട്ടുണ്ട്. അതേപോലെ ഡി വരെയാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 7ാമത്തെ റാങ്കുകാരന് വരെ തിരുവനന്തപുരം ജില്ലയിൽ LPST ആയിട്ട് അഡ്വൈസ് ആയിട്ടുണ്ട്. അവിടുത്തെ അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് 16/8/2024 ആണ്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് 16/8/2024 ആണ്. അതേപോലെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ എന്ന് പറയുന്നത് 796 പേരാണ്. തിരുവനന്തപുരം ജില്ലയിൽ 796 പേരാണ് LPSTയിൽ റാങ്ക് ലിസ്റ്റിലുള്ളവരെന്ന് പറയുന്നത്. ഇനിയും അപ്ഡേറ്റ് ആവാത്തതായിട്ടുണ്ട്. നമ്മുടെ PSCയുടെ സൈറ്റിൽ വന്നിട്ടുള്ള കണക്ക് പ്രകാരമാണ് നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനിയും അഡ്വൈസ് പോയിട്ടുള്ളത് PSCയുടെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യാത്തതായിട്ടുണ്ടായിരിക്കാം. അത് അപ്ഡേറ്റ് ചെയ്യുന്ന മുറ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും LPSTയുടെ തിരുവനന്തപുരം ജില്ലയിലെ നിയമന നില എന്ന് പറയുന്നത് ഇത്രയുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2025 മെയ് 30 വരെയാണ്. അപ്പോൾ ഇത്രയും അഡ്വൈസ് മാത്രമല്ല, ഇതിൽ കൂടുതൽ അഡ്വൈസുകളും ഇനി വരാനുണ്ട്. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ അധ്യാപക നിയമന നിലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 344 ആണ്. LPSTയിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 344 ആണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ OC 269 വരെ പോയി. എന്ന് പറയുമ്പോൾ ഈഴവ, തീയ, ബില്ലവ ഇത്രയും കാറ്റഗറിയാണ് വരുന്നത്. അതിൽ 336ാമത്തെ റാങ്കുകാരന് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. SC ആവുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 24 വരെ പോയി. ST മൊത്തം പേരെ എടുത്തിട്ടുണ്ട്. മുസ്ലിം 282 പേരെ എടുത്തിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ 260ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. OBC 334, വിശ്വകർമ്മ 288, SIUC നാടാർ 304, ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 3 പേരെ എടുത്തിട്ടുണ്ട്. SCC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒരാളെ എടുത്തിട്ടുണ്ട്. D 346, ദീവര 346. അവിടുത്തെ അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 6/6/2024 ആണ്. അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെന്ന് പറയുന്നത് 982 പേരാണ്. കൊല്ലം ജില്ലയിലെ LPSTയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ 982 പേരാണ്. ഇനിയും അഡ്വൈസ് കുറെ പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് PSC അപ്ഡേറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ അഡ്വൈസ് നമുക്ക് കൊല്ലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 238 ആണ്. LPSTയുടെ പത്തനംതിട്ട ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് 238 ആണ് പോയിരിക്കുന്നത്. OC 206, E 216, SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 5 പേരെ എടുത്തിട്ടുണ്ട്. ST എല്ലാവരെയും എടുത്തു, അതായത് സപ്ലിമെന്ററി ലിസ്റ്റിൽ 3 പേരാണുള്ളത്, അവർ ഫുള്ള് പേരെ എടുത്തിട്ടുണ്ട്. മുസ്ലിം 236 പേരെ എടുത്തിട്ടുണ്ട്. LC AI 213 പേരെ എടുത്തിട്ടുണ്ട്, 213ാമത്തെ റാങ്ക് എടുത്തിട്ടുണ്ട്. OBC 273ാമത്തെ റാങ്കുകാരൻ എടുത്തിട്ടുണ്ട്. വിശ്വകർമ്മ 225ാമത്തെ റാങ്കുകാർ വരെ എടുത്തിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 19/8/2024 ആകെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെന്ന് പറയുന്നത് 541 പേരാണ്.
ഓക്കെ, പത്തനംതിട്ട ജില്ലയിൽ 19/8/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് നോക്കുക, ഇവിടെ 238 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 190 ആണ്. അവിടെ OC 157 വരെ പോയി. ഈഴവ, തീയ, ബില്ലവ 163ാമത്തെ റാങ്ക് വരെ പോയി. SC സപ്ലിമെന്ററി 3 വരെ പോയിട്ടുണ്ട്. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 181 വരെ എടുത്തിട്ടുണ്ട്. OBC 192 വരെ എടുത്തിട്ടുണ്ട്. വിശ്വകർമ്മ 188 വരെ എടുത്തിട്ടുണ്ട്. SUC നാടാർ 177. SCC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാളെ എടുത്തിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 14/6/2024 റാങ്ക് ലിസ്റ്റിലുള്ളവർ 707 പേരാണ്. പക്ഷേ ഈ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് കുറെ പേർക്കൊക്കെ പോയിട്ടുണ്ട്. അത് PSCയുടെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഇതിലും കുറച്ചുകൂടി എന്ത് ചെയ്യും വരാനുണ്ട്. അപ്പം എന്തായാലും റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന മുമ്പായിട്ട് എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും അഡ്വൈസുകൾ പോകും. അതേപോലെ ആലപ്പുഴ കഴിഞ്ഞ് നമുക്ക് കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 148 ആണ്. OC 112, ഈയവ, തീയ, ബില്ലവയിൽ നിന്നും 141, SC 238, T സപ്ലിമെന്ററി 3 പേരെ എടുത്തിട്ടുണ്ട്. മുസ്ലിം 113 പേരെ 13ാമത്തെ റാങ്കുകാരൻ വരെ എടുത്തിട്ടുണ്ട്. LC അല്ലെങ്കിൽ AI 215, OBC സപ്ലിമെന്ററി ഒരാള്, വിശ്വകർമ്മ 139, SUC നാടാർ 201, ഹിന്ദു നാടാർ സപ്ലിമെന്ററി ഒരാളെ എടുത്തിട്ടുണ്ട്. ധീവര 185 റാങ്കുകാരനെ പോയിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിരിക്കുന്നത് 14/6/2024 അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ ഉള്ളവർ 473 പേരാണ് കോട്ടയം LPSTയുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെന്ന് പറയുന്നത്. നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 96 ആണ്. അവിടെ OC 69 വരെ പോയി. ഈഴവ 92 പോയി. SC 278, ST സപ്ലിമെന്ററി 2, മുസ്ലിം 96, LC അല്ലെങ്കിൽ AI 86 വരെ പോയി. OBC 62 ആണ്, വിത്തിൻ OC ആണ്. അതേപോലെ വിശ്വകർമ്മ 80 വരെ പോയിട്ടുണ്ട്. SUC നാടാർ 64 വിത്തിൻ OC, ഹിന്ദു നാടാർ 63, SCC 67, ധീവര 126 വരെ പോയിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിരിക്കുന്നത് 22/8/2024 ഇതൊക്കെ ഏകദേശം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് PSCയുടെ സൈറ്റിൽ നിന്ന്. അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ, അതായത് ഇടുക്കി ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് LPSTയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ 438 പേരാണ്. ഓക്കെ, നമ്മൾ അടുത്തത് എറണാകുളത്തേക്ക് പോകുമ്പോൾ എറണാകുളത്തിലെ LPSTയുടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 200 പേരാണ്. OC 163 വരെ പോയി. ഈഴവ, തീയ, ബില്ലവ 163, അതായത് വിത്തിൻ OC ആണ്. SSC സപ്ലിമെന്ററി 5 പോയിട്ടുണ്ട്. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 190, LC ആംഗ്ലോ ഇന്ത്യൻ 158 വരെ പോയി. OBC 204 വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ 194 വരെ പോയിട്ടുണ്ട്. SIUC നാടാർ 269 വരെ പോയിട്ടുണ്ട്. ഹിന്ദു നാടാർ സപ്ലിമെന്ററി ഒരാളെ എടുത്തിട്ടുണ്ട്. SCC 99 വിത്തിൻ OC ആണ്. ധീവര 270 വരെ എടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ അവസാന നിയമന ശുപാർശ വന്നിരിക്കുന്നത് 4/9/2024 അതേപോലെ എറണാകുളം ജില്ലയിലെ LPSTയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരെന്ന് പറയുന്നത് 692 പേരാണ്. ഇനി നമ്മള് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ LPSTയിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 361 ആണ്. OC 287 വരെ പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 287, ഈ 297 വരെ പോയി. ഈ ഈഴവ, തീയ, ബില്ലവ 297 പോയിട്ടുണ്ട്. SSC സപ്ലിമെന്ററി 15 പേരെ എടുത്തിട്ടുണ്ട്. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 363 വരെ എടുത്തിട്ടുണ്ട്. LC അല്ലെങ്കിൽ AI 384 വരെ എടുത്തിട്ടുണ്ട്. OBC 295 വരെ എടുത്തിട്ടുണ്ട്. വിശ്വകർമ്മ 339 വരെയും എടുത്തു. SIUC നാടാർ 311, ഹിന്ദു നാടാർ എല്ലാവരെയും എടുത്തിട്ടുണ്ട്. SCC എല്ലാവർക്കും അഡ്വൈസ് ആയിട്ടുണ്ട്. ധീവര 353 റാങ്ക് വരെയും എടുത്തിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 12/6/2024 പക്ഷേ ഇവിടെയും തൃശ്ശൂരും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ കൂടുതൽ അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ അഡ്വൈസിന്റെ ടോട്ടൽ അഡ്വൈസ് ഇതിൽ കൂടുതലും വരും. ഇനിയും കുറെ അഡ്വൈസുകൾ വരാനുണ്ട്. അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെന്ന് പറയുന്നത് 783 പേരായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ LPSTയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്.
നമ്മൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ മലപ്പുറത്തെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 1135 നമ്മൾ ഈ 14 ജില്ലയിലും ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് മത്സരിച്ചിട്ടുള്ളതും എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ. OC 930 വരെ പോയി. ഈഴവ തീയ ബില്ലവ 933 പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററിന്ന് 75. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 936. LC or AE സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 29ാമത്തെ ആൾ വരെ പോയി. OBC വിത്തിൻ OC ആണ്. വിശ്വകർമ്മ സപ്ലിമെന്ററി ഒരാൾ പോയിട്ടുണ്ട്. SIUC നാടാർ സപ്ലിമെന്ററി 4 വരെ പോയി. SCC സപ്ലിമെന്ററി 9 വരെ പോയിട്ടുണ്ട്. ധീവര സപ്ലിമെന്ററി 12 വരെ പോയിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 21/8/2024 റാങ്ക് ലിസ്റ്റിലുള്ളവർ 2227 പേരാണ്. മലപ്പുറം ജില്ല വെക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും? കട്ട് ഓഫ് കൂടുതലായിരിക്കും, മത്സരം കൂടുതലായിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കും. ടോട്ടൽ കൂടുതൽ അഡ്വൈസ് കിട്ടുന്നത് എവിടെ തന്നെ ആയിരിക്കും? മലപ്പുറം ജില്ലയിലായിരിക്കും. അപ്പൊ മലപ്പുറം ജില്ലയിലും അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ അഡ്വൈസ് പോയതായിട്ട് അറിവുണ്ട്, പക്ഷെ അവരുടെ PSC സൈറ്റിൽ അവർ എന്ത് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSCയുടെ സൈറ്റിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അടുത്ത വർഷം വരെ കാലാവധി ഉണ്ടായത് കൊണ്ട് തന്നെ കൂടുതൽ അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 426 ആണ്. അതിൽ OC 340 വരെയും ഈഴവ തീയ ബില്ലവ 343 പോയിട്ടുണ്ട്. SSC സപ്ലിമെന്ററിന്ന് 32 പോയി. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 347 എടുത്തിട്ടുണ്ട്. LC ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററിന്ന് 15 പോയി. OBC 350 പോയിട്ടുണ്ട്. വിശ്വകർമ്മ സപ്ലിമെന്ററിന്ന് 6 വരെ പോയിട്ടുണ്ട്. SIUC നാടാർ സപ്ലിമെന്ററിന്ന് 2 വരെ പോയി. SCC സപ്ലിമെന്ററിന്ന് 4 വരെ പോയിട്ടുണ്ട്. ധീവര സപ്ലിമെന്ററിന്ന് 2 പോയിട്ടുണ്ട്. ഹിന്ദു നാടാർ എല്ലാവരെയും എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 13/6/2024 ആകെ റാങ്ക് ലിസ്റ്റിലുള്ളവരെന്ന് പറയുന്നത് 808 പേരാണ്. നമ്മൾ മറ്റേ ബാക്കിയുള്ള ജില്ലകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കോഴിക്കോടത്തെയും അഡ്വൈസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. PSCയുടെ സൈറ്റിൽ അവർ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ കൂടുതൽ അഡ്വൈസ് പോയിട്ടുണ്ട്, ഇനി പോവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 250 ആണ്. OC 207 വരെ ആയിട്ടുണ്ട്. ഈഴവ തീയ ബില്ലവ 211. SC സപ്ലിമെന്ററി 5. ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 207. ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 275. OBC 210 വരെ പോയി. B വിശ്വകർമ്മ 221. SIUC നാടാർ 249. ഹിന്ദു നാടാർ നില്ലാണ്. SCC സപ്ലിമെന്ററിന്ന് 2 പേരെ എടുത്തിട്ടുണ്ട്. ധീവര 407 പേരെ എടുത്തിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 11/6/2024 റാങ്ക് ലിസ്റ്റിലുള്ളവരെന്ന് പറയുന്നത് 889 പേരാണ് പാലക്കാട് ജില്ലയിലെ LPSTയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ. പിന്നെ നമ്മള് വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 83 ആണ്. നമുക്കറിയാം വളരെ നിയമനം കുറച്ച് നടക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. അവിടെ ടോട്ടൽ അഡ്വൈസ് 83. OC 58. ഈഴവ തീയ ബില്ലവ 66. SC സപ്ലിമെന്ററി ഒരാൾ. ST നില്ലാണ്. M മുസ്ലിം 60 പേരെ എടുത്തിട്ടുണ്ട്. LC അല്ലെങ്കിൽ AI 186 പേരെ എടുത്തിട്ടുണ്ട്. OBC 90 വരെയുള്ളവരെ എടുത്തു. വിശ്വകർമ്മ 209 വരെയുള്ളവരെ എടുത്തിട്ടുണ്ട്. SIUC നാടാർ സപ്ലിമെന്ററി ഒരാളെ എടുത്തിട്ടുണ്ട്. SCC 98 വരെ എടുത്തിട്ടുണ്ട്. ധീവര 126 വരെയും എടുത്തിട്ടുണ്ട്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 13/6/2024 റാങ്ക് ലിസ്റ്റിലുള്ളവർ 602 പേരാണ്. കണ്ണൂരേക്ക് പോവുകയാണ്. കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 144 ആണ്. OC 83 വരെയും ഈഴവ തീയ ബില്ലവ 83, അതായത് വിത്തിൻ OC ആണ്. SC സപ്ലിമെന്ററിന്ന് 13. ST സപ്ലിമെന്ററിന്ന് 6. മുസ്ലിം 198. LC അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ 297. OBC വിത്തിൻ OC ആണ് 78 വരെ പോയിട്ടുണ്ട്. SIUC നാടാർ 353 വരെ പോയിട്ടുണ്ട്. ധീവര സപ്ലിമെന്ററിന്ന് ഒരാളെ എടുത്തിട്ടുണ്ട്. ഹിന്ദു നാടാർ സപ്ലിമെന്ററിന്ന് 2 പേരെ എടുത്തിട്ടുണ്ട്. വിശ്വകർമ്മ 81 വിത്തിൻ OC ആണ്. അവസാന നിയമന ശുപാർശ വന്നിട്ടുള്ളത് 4/6/2024 റാങ്ക് ലിസ്റ്റ് ഉള്ളവർ 686 ആണ്. കണ്ണൂര് ഇതിൽ കൂടുതൽ അഡ്വൈസുകൾ പോകും. അതുപോലെ തന്നെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്
അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് 372 ആണ്. OC 244, ഈഴവാത്തിയ ബില്ലവ വിത്തിനോസി ആണ് 244 തന്നെ. SSC എല്ലാവരെയും എടുത്തിട്ടുണ്ട്, ST എല്ലാവരെയും എടുത്തിട്ടുണ്ട്. മുസ്ലിം 413 റാങ്കുകാരൻ എടുത്തിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 594 റാങ്ക് വരെയും പോയിട്ടുണ്ട്. OBC 242 റാങ്ക് വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ 308 റാങ്ക് വരെയും പോയി. SUC നാടാർ 240, ഹിന്ദു നാടാർ എല്ലാവരെയും എടുത്തിട്ടുണ്ട്. SSCC സപ്ലിമെന്ററി ഒരാളെ എടുത്തിട്ടുണ്ട്. ധീവര സപ്ലിമെന്ററി ഒരാളെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 6/9/2024 ആണ്. അത് ഏകദേശം അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ആകെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ 978 പേരായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് അഡ്വൈസ് എല്ലാ ജില്ലയിലും അഡ്വൈസുകൾ പോകും. കാരണം എന്ന് പറയുന്നത് 2025 മെയ് 30 വരെ LPSTയുടെ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ അഡ്വൈസുകൾ പ്രതീക്ഷിക്കാം. ഇനി ഒരുപാട് അഡ്വൈസുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അതുപോലെ തന്നെ ഇതുവരെയുള്ള UPST നിയമന നിലയും ഓരോ ജില്ലയിലെ നിയമനങ്ങളും കാറ്റഗറി എണ്ണം തിരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.